ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. മൂന്നാം ദിനം ഈശോ ഉയർത്തെഴുന്നേറ്റു. മൂന്നാം ദിനം ഈശോ ഉയർത്തെഴുന്നേറ്റു. ദേ ഇന്നത്തെ ദിനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഈശോ മൂന്നാം ദിനം ഉയർത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യന്റെ പദ്ധതികൾ അവസാനിച്ചിടത്ത് ദൈവം ആരംഭിച്ചു. സകല വഴികളും നീ അടഞ്ഞെന്ന് കരുതുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കും. ആമേൻ പറഞ്ഞേ. ആമേൻ, ആമേൻ, അല്ലേ? സകല വഴികളും അടഞ്ഞെന്ന് നീ കരുതുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ താമസിച്ചുള്ള ധ്യാനത്തിന് ഒരു ചേട്ടൻ അവസാനത്തെ ദിവസം ഒരു സാക്ഷ്യം പറഞ്ഞു. അതിൽ പങ്കെടുത്തവരിവിടെ ഉണ്ടെങ്കിൽ അവർക്കത് കേട്ടിട്ടുണ്ടാവും. അയ്യോ, ആ മനുഷ്യൻ എന്തൊരു സങ്കടപ്പെട്ട ധ്യാനത്തിന് വന്നെന്നറിയോ? അദ്ദേഹം ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞ ക്രിസ്മസ് അവധിക്ക് വന്നതാണ്. വന്നു കഴിഞ്ഞിട്ട് അയാളുടെ വിസയൊക്കെ എക്സ്പയർ ആയിപ്പോയി, പെട്ടുപോയി. വിസ, അതായത് ക്രിസ്മസ് കഴിഞ്ഞ് തിരിച്ചു പോകേണ്ടതാ. ദേ ഇത്രയായി, ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് നീങ്ങുമെന്നറിയാതെ വല്ലാണ്ട് വിഷമിച്ചിരിക്കുന്നു. അപ്പോൾ ആരോ പറഞ്ഞു, എടാ ഒരു പോട്ട ആശ്രമത്തിൽ പോയി ഒരു ധ്യാനം കൂടും. ഒന്നാം ദിവസം ഇവിടെ വന്നപ്പോൾ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടുകൂടെ ആ ചേട്ടൻ വന്നു. അച്ഛാ, കഴിഞ്ഞ ക്രിസ്മസിന് ഞാൻ നാട്ടിൽ വന്നതാ, തിരിച്ചു പോകാൻ പറ്റുന്നില്ല, ഞാൻ പെട്ടു. അച്ഛാ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഞങ്ങൾ പറഞ്ഞു, കർത്താവ് ഒരു വഴി തുറക്കും. എല്ലാ അടഞ്ഞ വഴികൾക്ക് മുമ്പിൽ കർത്താവ് ഒരു വഴി തുറക്കും. നമ്മൾ ധ്യാനത്തിൻ്റെ ഒന്നാം ദിവസം തന്നെ എല്ലാവരോടും മൊബൈലൊക്കെ മേടിച്ചു വയ്ക്കും. പ്രിയപ്പെട്ടവരെ, ധ്യാനം കഴിഞ്ഞ ദിവസം, ധ്യാനത്തിൻ്റെ സമാപന ദിവസത്തിൽ മൊബൈൽ തിരിച്ചു കൊടുക്കും. ഇദ്ദേഹം മൊബൈൽ കിട്ടിയ ഉടനെ തന്നെ ചാടി നോക്കി. എന്തിനാണെന്നറിയാവോ? ദുബായിൽ നിന്ന് വിസ വന്നിട്ടുണ്ടോ, തിരിച്ചു പോകാൻ പറ്റുമോ എന്നാ നോക്കിയത്. നോക്കി, ഒന്നും വന്നിട്ടില്ല. സങ്കടം, വിഷമം, സങ്കടം, വിഷമം. ഇയാൾ ചിന്തിച്ചു, ദൈവമേ, ഞാനിവിടെ ധ്യാനിക്കാൻ വന്നിട്ട് എനിക്ക് ഉത്തരവൊന്നും കിട്ടിയില്ലല്ലോ, ഇങ്ങനെ അടഞ്ഞ വാതിലുകളാണല്ലോ എന്നിങ്ങനെ ഒരു ചിന്ത. അപ്പോഴാണ് ശുശ്രൂഷ അവസരത്തിൽ, അതായത് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോട് ബന്ധപ്പെട്ടാണ്, അതിൻ്റെ ആ സമയത്താണ് മൊബൈൽ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിൻ്റെ സമയത്ത് ഇയാൾ വന്നിരുന്നപ്പോൾ ഇയാളുടെ ഉള്ളിൽ ദുഃഖമുണ്ട്. അപ്പോഴാണ് ഒരു വചനം പഠിപ്പിച്ചു കൊടുത്തത്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം 22-ാം തിരുവചനം. ഏതാ വചനം? പറഞ്ഞേ. ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വച്ചു കൊടുക്കും, അവൻ തുറന്നാൽ വേറെ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ വേറെ ആരും തുറക്കുകയുമില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യനുണ്ടല്ലോ, ആ ശുശ്രൂഷ സമയത്ത് തൻ്റെ കണ്ണുനീര് മുഴുവൻ ഒരു പ്രാർത്ഥനയാക്കി, ദൈവമേ എനിക്കൊരു വഴി തുറക്കും. അത് കഴിഞ്ഞിട്ട് ഇടവേള സമയം, ആരാധനയ്ക്ക് തൊട്ട് മുമ്പ് 5 മിനിറ്റ് സമയം ഒന്ന് പുറത്തിറങ്ങി ഫ്രഷ് ആയിട്ട് വരാൻ പറഞ്ഞു വിട്ടപ്പോൾ ഈ ചേട്ടൻ വീണ്ടും പോയിട്ട് മൊബൈൽ ഫോൺ തുറക്കുന്നു. നോക്കുമ്പോൾ ദേ ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഇയാൾക്ക് വിസ മൊബൈലിൽ വന്ന് കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ ആഴ്ചയിൽ ഇതിവിടെ പങ്കെടുത്ത ആരൊക്കെ ഇത് കേട്ടിട്ടുള്ളവരുണ്ട്? എൻ്റെ പ്രിയപ്പെട്ടവരെ, നീ ഒരു കാര്യം വിശ്വസിച്ചോണം, നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം വഴി അടഞ്ഞുവെന്ന് നീ കരുതുന്നുണ്ടോ, അവിടെ ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കും. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് യെശയ്യായുടെ പ്രവചനം 22-ാം അധ്യായം 22-ാം തിരുവചനം. ഈ 3-ാം പക്കത്തിൽ വചനം പഠിപ്പിക്കുന്ന ദിനം, ഈ ഈസ്റ്ററിന്റെ 3-ാം ദിനത്തിൽ ദൈവം പഠിപ്പിക്കുന്ന വചനം എന്താണ്? നിനക്ക് ഏതെല്ലാം തരത്തിൽ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി വഴി തുറക്കുന്നൊരു ദൈവമുണ്ട്. യേശയ്യായുടെ പ്രവചനം 22 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചോണേ. ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും, അവൻ തുറന്നാൽ വേറെ ആരും അടയ്ക്കുകയില്ല, അവനടച്ചാൽ വേറെ ആരും തുറക്കുകയില്ല. ഓ കർത്താവേ, ഈ വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ വീട്ടിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ അനുഭവങ്ങളിൽ ഏതെല്ലാം തടസ്സങ്ങളുണ്ടോ ആ തടസ്സങ്ങളുടെ മേൽ ഈ വചനം സംഭവിക്കട്ടെ. കരങ്ങൾ ഉയർത്തിക്കോ. യെശയ്യാ പ്രവചനം 45-ാം അധ്യായം 2-3 തിരുവചനം. ഇതാ, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും.
നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം ഞാനാണെന്ന് അറിയേണ്ടതിന് അന്ധകാരത്തിൽ നിധികളും രഹസ്യനിധി ശേഖരവും നൽകും. ഓ ദൈവമേ, എന്റെ മുമ്പിൽ വഴി തുറക്കണമേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോ. പോരാ 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 പോരാ. ഓ യേശുവേ, ഒരു വഴി തുറക്കണമേ. അവൻ തുറന്നാൽ വേറെ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ വേറെ ആരും തുറക്കുകയുമില്ല. ഇതാ ഈ ഈസ്റ്റർ ദിനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. യേശു ഒരു വാതിൽ തുറന്നാൽ വേറെ ആർക്കും അടയ്ക്കാൻ പറ്റില്ല. ആരാധന 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 ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. വിശ്വസിക്കട്ടെ, ഏറ്റെടുക്കട്ടെ. ആമേൻ ആമേൻ ആമേൻ. യെസ് യെസ്, സംഭവിക്കട്ടെ കർത്താവേ, എന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ആമേൻ. കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ. യെസ്, സന്തോഷത്തോടെ കൈയടിച്ചേ. ആ എല്ലാവരും കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവര് നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ കൈയടിച്ചോ. കർത്താവേ, ആ യേശു ഒരു വാതിൽ തുറന്നാൽ വേറെ ആർക്കും അടയ്ക്കാനാവില്ല. എന്റെ മേൽ കർത്താവ് ഒരു വഴി തുറക്കുന്നു, വിശ്വസിച്ചോ. യെസ്, ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും തുറപ്പാനാവുകില്ല. പഠിക്കേ പഠിക്കേ. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറക്കാനാവില്ല. തുറക്കാനാവില്ല. തുറന്നിടുമേ തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. പഠിക്കേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിയൻ വാതിൽ അടച്ചിടുമേ. തുറന്നിടുമേ തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിയൻ വാതിൽ അടച്ചിടുമേ. രണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി ഈശോയെ എന്ന് വിളിച്ച് 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 അഭിഷേകത്തിന്റെ ആത്മാവ് സംഭവിക്കട്ടെ സംഭവിക്കട്ടെ. ആരാധന 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 ആരാധന. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്.